ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ദുവയാണ്. ഓക്കെ, ഈ ദുവയും നമ്മളെല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്ന ദുവ ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. എന്താണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ദുവയാണ് ഇത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർദ ഹനീഫൻ وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? വജ്ജഹ്തു വജ്ഹിയ ലില്ലദി. എന്താണ് നമ്മൾ പറയുന്നത്? വജ്ജഹ്തു വജ്ഹിയ, അതായത് നമ്മൾ പറയുന്നത് നമ്മളെ മുഖം. ഓക്കെ, നമ്മളെ മുഖം നമ്മൾ ഫോക്കസ് ചെയ്ത് ഇരിക്കുകയാണ്. ഓക്കെ, നമ്മളെ മുഖം നമ്മൾ തിരിച്ചിരിക്കുകയാണ്. തിരിച്ച് നോക്കിയിട്ടാണുള്ളത്. ആരെടുത്താണ് നോക്കുന്നത്? ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്. ഓക്കെ, അതായത് ഫോർ ദ വൺ ഹൂ ഹാസ് ക്രിയേറ്റഡ്, അതായത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ്റെ നേർക്കാണ് നമ്മൾ മുഖം തിരിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വജ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ടേൺഡ് മൈ ഫേസ്, okay, towards the one who has created the skies and the earth. okay, അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? നമ്മളെ മുഖം തിരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുഖം തിരിച്ചിട്ട് വച്ചിനെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുഖം കൊടുക്കാനായിരിക്കാണ് അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുമാണ്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? യാ അല്ലാഹ്, കംപ്ലീറ്റ് ഫോക്കസ്, നമ്മളെ കംപ്ലീറ്റ് ഫോക്കസ് ഇസ് ഓൺ ദ വൺ. അതായത് നമ്മൾ ഫുൾ ഫോക്കസിലാണുള്ളത്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഫുൾ ഫോക്കസ് ഉള്ളത്. ഓക്കെ, ഫുൾ ഫോക്കസിലാണ് ഉള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഹനീഫൻ, അതായത് അപ്രൈറ്റ് ആയിട്ട്. ഹനീഫൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വേറെ എവിടെയും നമ്മൾ തിരിയുന്നില്ല. യാ അല്ലാഹ്, നമ്മൾ അള്ളയിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. ഹനീഫൻ, ഇങ്ങോട്ടും തിരിയുന്നില്ല, അങ്ങോട്ടും തിരിയുന്നില്ല, മേലോട്ട് നോക്കുന്നില്ല, താഴത്തോട്ട് നോക്കുന്നില്ല. നമ്മൾ എവിടെയാണുള്ളത്? അള്ളാനെ തിരിഞ്ഞിട്ടാണ് യാ അള്ളാഹ് ഞാനുള്ളത്. ഇതാണ് നമ്മൾ പറയുന്നത്. ഹനീഫൻ, അപ്രൈറ്റ്, നോട്ട് ടേണിങ് ഹിയർ ദെയർ, സ്വേർവിങ് ഹിയർ ദെയർ, നത്തിങ്. ഓക്കെ, അപ്രൈറ്റ് ആണ് നമ്മളുള്ളത്. ഓക്കെ, ഹനീഫൻ. വമാ അന മിനൽ മുശ്രിക്കീൻ, അതായത് ഞാൻ ഒരിക്കലും ഒരു ഷിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലേ അല്ലാന്ന് നമ്മളതാ പറയുന്നത്. അപ്പം എന്താണ് നമ്മളിവിടെ? തൗഹീദാണ് നമ്മൾ ശരിക്ക് പറയുന്നത്. അതായത് യാ അല്ലാഹ്, നമുക്ക് ആരുമല്ല, നമ്മൾ ഷിർക്കിൻ്റെ കൂട്ടത്തിൽ പെട്ടിട്ടുമില്ല, നമ്മൾ ഒരിക്കലും ഇല്ലാന്ന്. വമാ അന, ഒരിക്കലും നമ്മൾ ഷിർക്കിൻ്റെ കൂട്ടത്തിൽ പെടുന്നവരുടെ കൂട്ടത്തിൽ ഇല്ല നമ്മൾ. യാ അല്ലാഹ്, വി ഹാവ് ടേൺഡ് ഹനീഫൻ ടു യു. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇന്ന സ്വലാത്തി, തീർച്ചയായിട്ടും എൻ്റെ സ്വല. ഓക്കെ, എൻ്റെ സ്വല എന്താണ്? പ്രേയേഴ്സ്. ഓക്കെ, എൻ്റെ നിസ്കാരം, എൻ്റെ പ്രാർത്ഥനകൾ. ഓക്കെ, നുസുക്കി, ഈ നുസുക്കി എന്ന് പറയുന്നത് എന്താണ്? അതായത് എൻ്റെ, ശരിക്കും പറഞ്ഞാൽ അതിന് 3 അർത്ഥങ്ങളാണ് നുസുക്കിനുള്ളത്. ഒന്ന് സാക്രിഫൈസ്. ഓക്കെ, ഒന്ന് സാക്രിഫൈസ്, ഒന്ന് നമ്മളെ ജീവിതം, അതായത് നമ്മൾ റൈച്ചസ് ആയിട്ട് ജീവിതം. ഓക്കെ, പിന്നെ അതന്നെ സെയിം മീനിങ് തന്നെയാണ്. അതായത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഡിവോട്ട് ചെയ്തിട്ടുള്ള ജീവിതം. ഇതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ നുസുക്ക്. ഓക്കെ, ഇന്ന സ്വലാത്തി വനുസ്കി, എൻ്റെ ജീവിതം, എൻ്റെ ജീവിത രീതികൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളയിലേക്കാണുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ യു യാ അള്ളാഹ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വ മഹ്യായ, ഞാൻ ജീവിക്കുന്നത് തന്നെ. ഓക്കെ, വ മമാതി, എൻ്റെ മരണം തന്നെ. ലില്ലാഹി, ആർക്കാണ്? ഓൺലി ഫോർ അള്ളാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, റബ്ബിൽ ആലമീൻ, അതായത് അള്ളയാണ് റബ്ബുൽ ആലമീൻ. എന്താണ് റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത്? ലോർഡ് ഓഫ് ദ വേൾഡ്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇൻഷാ അള്ളാഹ് ഈ റബ്ബുൽ ആലമീന് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് നമ്മൾക്ക് സൂറ ഫാത്തിഹ ചെയ്യുമ്പം നമുക്ക് ചെയ്യാം ഇൻഷാ അള്ളാഹ്. ഓക്കെ, അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മളെ നിസ്കാരം, നമ്മളെ പ്രാർത്ഥനകൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ ജീവിതം, നമ്മളെ സാക്രിഫൈസ് എല്ലാം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളെ മരണവും എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. യാ അള്ളാഹ്, ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ലാ ശരീക ലഹു, ഒരിക്കലും നമ്മൾ ഷിർക്ക് ചെയ്യുന്നേ ഇല്ല. ആരുമായിട്ട് നമ്മൾ ഷിർക്ക് ചെയ്യുന്നില്ല. ലാ ശരീക ലഹു, നോ പാർട്ട്നേഴ്സ് അറ്റ് ഓൾ, നോ ഷിർക്ക് അറ്റ് ഓൾ ഫോർ ഹിം. ഓക്കെ, വബിദാലിക ഉമിർത്തു, എന്നിട്ട് എന്താണ് പറയുന്നത്? അതായത് എനിക്കായി കമാൻഡാണ് വന്നിട്ടുള്ളത്. വ അന മിനൽ മുസ്ലിമീൻ. ഓക്കെ, അതായത് ആ പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു ഷിർക്കും ചെയ്യുന്നില്ല. ആ കമാൻഡോട് കൂടി ഞാൻ ഒരു
മുസ്ലിമാണ്. ഐ സബ്മിറ്റ് മൈസെൽഫ് ടു യു, അതാണ് പറയുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് ദ വൺ ഹു സബ്മിറ്റ്സ് പീസ്ഫുള്ളി ടു ദ വിൽ ഓഫ് അള്ളാഹ്. അതായത് അള്ളാഹിൻ്റെ അടുത്ത് പീസ്ഫുൾ ആയിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. എല്ലാം നമ്മൾ അള്ളയിലേക്ക് അർപ്പിച്ച് വെച്ചിട്ട് യാ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളെ മൊത്തം ജീവിതം. ഇതാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെല്ലാം നമ്മൾ ആലോചിച്ചിട്ടാണോ നമ്മൾ ഈ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം ഫീൽ ചെയ്തിട്ടാണോ നമ്മൾ ആ പറയുന്നത്? നമ്മളിങ്ങനെ വജിയല്ലതി നിങ്ങൾ ബടബടാന്ന് പറഞ്ഞിട്ട് അങ്ങ് തീർത്തിട്ട് അങ്ങ് തീരും അല്ലേ, പണിയാടെ തീർക്കും. നമ്മൾ ശരിക്കും ഇത് മീൻ ചെയ്ത്, ഇതാണ് എല്ലാവർക്കും ഖുശൂ വേണം. അതിന് മെനക്കേടുണ്ട്. എല്ലാ സമയത്തും ഖുശൂ കിട്ടുമെന്നും വിചാരിക്കണ്ട. ഇതെല്ലാം പഠിച്ചെന്ന് വിചാരിച്ചിട്ട് എല്ലാ സമയത്തും ഇതൊന്നും കിട്ടാനെന്ന് പോകുന്നില്ല. ഇതൊരു ജിഹാദാണ്, ഇത് സ്ട്രഗിളാണ്. ഓക്കെ, നമ്മളൊരു സ്ട്രഗിളാണ് ചെയ്യുന്നത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അക്ബർ എവരി ആക്ഷന് തരുന്നത്? കാരണം ഓരോ സമയത്ത് നമ്മളെ മനസ്സിൽ എവിടെയോ പോവും. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതാണ്. നമ്മൾ മനസ്സിൽ എവിടെയാ പോകുന്നത്? അതിനെക്കാട്ടി എല്ലാം വലുതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം നമ്മൾക്ക് ആ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു അക്ബർ നമ്മൾ പറയുന്നത്. പിന്നെ അടുത്ത ആക്ഷനിൽ അന്നേരം നമ്മളൊന്ന് ഫോക്കസിൽ വരും. അപ്പോൾ ഫോക്കസ്, അതായത് ഫിസിക്കലി മെൻ്റലി നമ്മൾ കോൺഷ്യസ് ആയിട്ട് നിസ്കരിക്കണമെങ്കിൽ നമ്മൾ ഈ ദുആ ഓർത്ത് നിസ്കരിക്കണം. ഓരോ വാക്കുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ, പിന്നെ ദുആ മാറ്റിക്കൊണ്ടേയിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഇത് പറയാം. وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ദുആ വേറെ ഓഡിയോ തന്നെ ഇടാം. ഓക്കെ.